11 അധ്യായം. രെഹബയാം യെരൂശലേമിൽ വന്ന ശേഷം ഇസ്രയേലിനോട് യുദ്ധം ചെയ്തു. രാജ്യത്വം രെഹബയാമിന് വീണ്ടും കൈക്കൊള്ളേണ്ടതിന് യഹൂദായുടെയും ബെന്യാമീന്റെയും ഗൃഹത്തിൽ നിന്ന് ശ്രേഷ്ഠയോദ്ധാക്കളായ 180,000 പേരെ ശേഖരിച്ചു. എന്നാൽ ദൈവപുരുഷനായ ശമയ്യാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ, ശലോമോന്റെ മകനായി യഹൂദാ രാജാവായ രെഹബയാമിനോടും യഹൂദായിലും ബെന്യാമീനിലുമുള്ള എല്ലാ ഇസ്രായേലിനോടും പറക, നിങ്ങൾ പുറപ്പെടരുത്, നിങ്ങളുടെ സഹോദരന്മാരോട് യുദ്ധം ചെയ്യരുത്, ഓരോരുത്തൻ താന്താന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുവിൻ. ഈ കാര്യം എന്റെ ഹിതത്താൽ സംഭവിച്ചിരിക്കുന്നു എന്നിപ്രകാരം യഹോവ അരുളി ചെയ്യുന്നു. അവർ യഹോവയുടെ അരുളപ്പാട് അനുസരിക്കുകയും യൊരോബയാമിന്റെ നേരെ ചെല്ലാതെ മടങ്ങിപ്പോകുകയും ചെയ്തു. രെഹബയാം യെരൂശലേമിൽ പാർത്ത് യഹൂദായിൽ ഉറപ്പിനായി പട്ടണങ്ങളെ പണിതു. അവൻ യഹൂദായിലും ബെന്യാമീനിലുമുള്ള ബേത്ത്ലഹേം, ഏതാം, തെക്കോവ, ബേത്ത്സൂർ, സോഖോം, അദുല്ലാം, ഗത്ത്, മരേശ, സീഫ്, അദോരയീം, ലാഖീഷ്, അസേക്ക, സോര, അയ്യാലോൻ, ഹെബ്രോൺ എന്നിവയെ ഉറപ്പുള്ള പട്ടണങ്ങളാക്കി പണിതു. അവൻ കോട്ടകളെയും ഉറപ്പിച്ചു. അവയിൽ പടനായകന്മാരെയാക്കി ഭക്ഷണ സാധനങ്ങളും എണ്ണയും വീഞ്ഞും ശേഖരിച്ചു വെച്ചു. അവൻ ഓരോ പട്ടണത്തിലും വൻ പരിചകളും കുന്തങ്ങളും വെച്ച് അവയെ നല്ലവണ്ണം ഉറപ്പിച്ചു. യഹൂദായും ബെന്യാമീനും അവന്റെ പക്ഷത്തുണ്ടായിരുന്നു. എല്ലാ ഇസ്രായേലിലുമുള്ള പുരോഹിതന്മാരും ലേവ്യരും സകല ദിക്കുകളിൽ നിന്നും അവന്റെ അടുക്കൽ വന്നു ചേർന്നു. യൊരോബയാമും പുത്രന്മാരും ലേവ്യരെ യഹോവയുടെ പൗരോഹിത്യത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു. താൻ ഉണ്ടാക്കിയ പൂജാഗിരികൾക്കും മ്ലേച്ഛ വിഗ്രഹങ്ങൾക്കും കാളക്കുട്ടികൾക്കും വേറെ പുരോഹിതന്മാരെ നിയമിച്ചതുകൊണ്ട് ലേവ്യർ തങ്ങളുടെ പുൽപ്പുറങ്ങളും അവകാശങ്ങളും വിട്ടൊഴിഞ്ഞ് യഹൂദായിലേക്കും യെരൂശലേമിലേക്കും വന്നു. അവരുടെ പിന്നാലെ ഇസ്രയേലിന്റെ സകല ഗോത്രങ്ങളിൽ നിന്നും ഇസ്രയേലിന്റെ ദൈവമായ യഹോവയെ അന്വേഷിക്കേണ്ടതിന് മനസ്സുവെച്ചവരും തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ യെരൂശലേമിൽ വന്നു. ഇങ്ങനെ അവർ 3 സംവത്സരം ദാവീദിന്റെയും ശലോമോന്റെയും വഴിയിൽ നടന്നു. 3 സംവത്സരത്തോളം യഹൂദാ രാജ്യത്തിന് ഉറപ്പുവരുത്തുകയും ശലോമോന്റെ മകനായ രെഹബയാമിനെ ബലപ്പെടുത്തുകയും ചെയ്തു. രെഹബയാം ദാവീദിന്റെ മകനായ യെരീമോത്തിന്റെ മകളായ മഹലാത്തിനെയും ഇശായിയുടെ മകനായ ഏലിയാബിന്റെ മകളായ അബീഹൈലിനെയും വിവാഹം കഴിച്ചു. അവൾ അവന് യെയൂഷ്, ശമര്യാവ്, സാഹം എന്നീ പുത്രന്മാരെ പ്രസവിച്ചു. അവളുടെ ശേഷം അവൻ അബ്ശാലോമിന്റെ മകളായ മയഖയെ വിവാഹം കഴിച്ചു. അവൾ അവന് അബീയാവ്, അഥായി, സീസ, ശലോമീത്ത് എന്നിവരെ പ്രസവിച്ചു. രെഹബയാം തന്റെ സകല ഭാര്യമാരിലും വെപ്പാട്ടികളിലും വെച്ച് അബ്ശാലോമിന്റെ മകളായ മയഖയെ അധികം സ്നേഹിച്ചു. അവൻ 18 ഭാര്യമാരെയും 60 വെപ്പാട്ടികളെയും പരിഗ്രഹിച്ചിരുന്നു. 28 പുത്രന്മാരെയും 60 പുത്രിമാരെയും ജനിപ്പിച്ചു. രെഹബയാം മയഖയുടെ മകനായ അബീയാവെ രാജാവാക്കുവാൻ ഭാവിച്ചതുകൊണ്ട് അവനെ അവന്റെ സഹോദരന്മാരിൽ തലവനും പ്രധാനിയുമായി നിയമിച്ചു. അവൻ ബുദ്ധിയോടെ പ്രവർത്തിച്ചു. യഹൂദായുടെയും ബെന്യാമീന്റെയും ദേശങ്ങളിലൊക്കെയും ഉറപ്പുള്ള പട്ടണങ്ങളിലേക്കെല്ലാം തന്റെ പുത്രന്മാരെയൊക്കെയും പിരിച്ചയച്ചു. അവർക്ക് ധാരാളം ഭക്ഷണ സാധനങ്ങൾ കൊടുക്കുകയും അവർക്ക് വേണ്ടി അനവധി ഭാര്യമാരെ അന്വേഷിക്കുകയും ചെയ്തു.